നമസ്കാരം. ചിട്ടിയുടെയും സ്ഥിര നിക്ഷേപത്തിൻ്റെയും പേരിൽ നൂറുകണക്കിന് ആളുകളിൽ നിന്ന് കോടികൾ തട്ടിയ കേസിൽ പ്രധാന പ്രതിയടക്കം രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന SN ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് ബോർഡ് അംഗങ്ങളും ഒന്നാം പ്രതിയുമായ കവിയൂർ ഞാലിക്കണ്ടം രാധാനിലയത്തിൽ സദാശിവൻ, ആറാം പ്രതി ചങ്ങനാശ്ശേരി പേരുന്ന പുത്തൻപറമ്പിൽ വിശ്വനാഥൻ എന്നിവരാണ് പിടിയിലായത്. ഈ തിരുവല്ല ബേസ് ചെയ്ത് ശ്രീ നവമി ചിട്ടി ഫണ്ട് എന്ന് പറയുന്നൊരു സ്ഥാപനം അമിത പലിശ ഡിപ്പോസിറ്റ് മേടിച്ചിട്ട് അമിത പലിശ കൊടുക്കുക, ഏകദേശം 18% പലിശ കൊടുക്കാമെന്ന് പറഞ്ഞ് വിവിധ ആളുകളെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചതിന് ശേഷം അവരെ കബളിപ്പിച്ച് ചതിച്ച കേസിലേക്കാണ് ഈ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ഈ സ്ഥാപനം 2012 മുമ്പ് ഇവർക്ക് നമ്മുടെ ജമ്മു കാശ്മീരിൻ്റെ രജിസ്ട്രേഷനുള്ള ജമ്മു കാശ്മീർ സംസ്ഥാനത്തിൻ്റെ രജിസ്ട്രേഷനുള്ള ഒരു സർട്ടിഫിക്കറ്റ് മാത്രമേ ഇവർക്കുള്ളായിരുന്നു. അതിനുശേഷം 2012 ശേഷമാണ് അവർ കേരളത്തിൽ വന്നിട്ട് കേരള രജിസ്ട്രേഷൻ മേടിച്ചിട്ട് ഈ ശ്രീ നവമി ചിട്ടി ഫണ്ട് എന്നാക്കിയത്. അതിനു മുമ്പ് അവരുടെ ജമ്മു കാശ്മീരിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് SN ചിട്ടി ഫണ്ട് എന്നാണ്. അപ്പോൾ SN അനുസരിച്ച് SN പകരം ശ്രീ നവമി എന്നുള്ള ചിട്ടിയാക്കി ഒരുപാട് ആളുകൾ ഇതിന് ക്യാഷ് മേടിച്ചു. ഏകദേശം 370 ലക്ഷത്തോളം രൂപയാണ്, മീൻസ് 370 ലക്ഷം രൂപയാണ് പല ആളുകളെ നിന്ന് മേടിച്ചിട്ട് അവർക്ക് ഡിപ്പോസിറ്റ് സ്വീകരിച്ചിട്ട് ക്യാഷ് കൊടുക്കാതിരുന്നത്. അങ്ങനെ ഒരുപാട് ആളുകളെ പറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ മൊത്തം 7 പ്രതികളുണ്ടായിരുന്നു. അതിൽ ഒന്നാം പ്രതിയെയും ആറാം പ്രതിയെയും അറസ്റ്റ് ചെയ്തത്. രണ്ടാം പ്രതിയും 7-ാം പ്രതിയും മരണപ്പെട്ടു പോയിട്ടുള്ളതാണ്. ബാക്കിയുള്ള പ്രതികളുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ഊർജിതം നടത്തുകയാണ്. സദാശിവൻ, പുരുഷോത്തമൻ, ദിലീപ്, റേണി, പ്രവീണ, വിശ്വനാഥൻ, രാജേന്ദ്രൻ എന്നിവരടങ്ങുന്ന 7-അംഗ ഡയറക്ടർ ബോർഡാണ് ചിട്ടി കമ്പനി നടത്തിയിരുന്നത്. ഇതിൽ രണ്ടാം പ്രതി പുരുഷോത്തമനും 7-ാം പ്രതി രാജേന്ദ്രനും മരണപ്പെട്ടു. 15 വർഷക്കാലത്തിലേറെയായി തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ചിട്ടി കമ്പനി അടച്ചുപൂട്ടി 3 വർഷം മുൻപാണ് പ്രതികൾ മുങ്ങിയത്. ചിട്ടി ചേർന്നതും സ്ഥിര നിക്ഷേപം നടത്തിയവരുമായ നൂറുകണക്കിന് നിക്ഷേപകരുടെ 3.5 കോടിയിലധികം വരുന്ന പണമാണ് നഷ്ടമായത്. തുടർന്ന് നിരവധി നിക്ഷേപകർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പരാതികളെ തുടർന്ന് മുങ്ങിയ പ്രതികൾ ഹൈക്കോടതിയിൽ നൽകിയിരുന്ന മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ബാക്കിയുള്ള പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. എൻ്റെ മകളുടെ വിവാഹ ആവശ്യത്തിനും വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തിനും വേണ്ടിയിട്ട ക്യാഷാണ്. വിവാഹം വരികയും അത് മുടങ്ങുകയും ചെയ്തു. ഈ പൈസ തരാമെന്ന് പല പ്രാവശ്യം ഞാൻ ഇവരെ എല്ലാവരുടെയും വീടുകളിൽ കയറി ഇറങ്ങിയതാണ്. എൻ്റെ കുട്ടി വിദേശത്തേക്ക് ഉപരിപഠനത്തിന് പോവുകയും അതിനുവേണ്ടി എല്ലാവരെയും ഞാൻ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ട് 50,000 രൂപ വെച്ച് തന്നിട്ടുണ്ട്. അല്ലാതെ എനിക്ക് മുതലും തന്നിട്ടില്ല, പലിശയും തന്നിട്ടില്ല. എൻ്റെ രണ്ടാമത്തെ കുട്ടി പഠിക്കുകയാണ്. അതിനും ഞങ്ങൾ ചെറിയൊരു കട കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. എൻ്റെ ഹസ്ബൻഡ് മരിച്ചതാണ്. അപ്പം എൻ്റെ ഈ ബുദ്ധിമുട്ടിൻ്റെ സാഹചര്യങ്ങളെല്ലാം ഈ പ്രതികൾക്കെല്ലാം അറിയാവുന്നതാണ്. എല്ലാവരുടെ അടുത്ത് ഞാൻ സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. തരാമെന്ന് പറയുന്നതല്ലാതെ ഒന്നുമില്ല. ഞാൻ കൊടുത്തത് നവകേരള വഴിയാണ് പരാതി കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ വിളിക്കുകയും കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും എനിക്ക് FIR തന്നിട്ടുള്ളതുമാണ്. പിന്നീട് അതേക്കുറിച്ച് കോടതിയിൽ നിന്ന് വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ ചെറിയൊരു ഉപജീവന മാർഗം കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് അമ്പിളി. ഞങ്ങൾ SN ചിട്ടി ഫണ്ടിൽ കാശ് ഇട്ടിട്ട് 3 വർഷമാകുന്നു. കാശ് കിട്ടാതിരിക്കാൻ തുടങ്ങിയിട്ട് 7 വർഷമായിട്ട് ഞങ്ങൾ ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കുക എല്ലാ രീതിയിലും. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ 19 വർഷം 20 വർഷം ഞാൻ ഗൾഫിലായിരുന്നു. അതിനകത്തുനിന്ന് കിട്ടിയ കാശാണ് ഇവിടെ കൊണ്ടിരിക്കുന്നത്. മക്കളുടെ എനിക്ക് 2 പെൺമക്കളാണ് ഉള്ളത്. അവിടെ കല്യാണത്തിനും പഠിത്തത്തിനും വേണ്ടി വെച്ച കാശാണ്. 3 വർഷമായിട്ട് ഒരു പൈസ തന്നിട്ടില്ല, മുതലും തന്നിട്ടില്ല, പലിശയും തന്നിട്ടില്ല. എന്നെ പോലാണ് ഈ നിൽക്കുന്നവരെല്ലാവരും. എത്രയും പെട്ടെന്ന് ഈ കാശ് വാങ്ങിച്ച് തരണമെന്നുള്ള എൻ്റെ അഭിപ്രായം, എൻ്റെ ഒരു താഴ്മയ അപേക്ഷ.